ഹൈ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഗായ്സ്, എന്നാണ് വിശേഷം? സുഖം എല്ലാവർക്കും. അപ്പോൾ ഇന്നുണ്ടല്ലോ, ഞങ്ങൾ കോയമ്പത്തൂർ പോയി കേട്ടോ. ഇപ്പോൾ സമയം എന്താ പറയുക, ഇപ്പോൾ രാത്രി 12 മണി കേട്ടോ. അപ്പോൾ 1:45 ട്രെയിൻ കണ്ണൂരിന്ന്. ഓക്കെ, രാവിലെ അവിടെ എത്തും. രാവിലെ ഒരു 7:20 അവിടെ എത്തും. ഓക്കെ, സമയമില്ല ഇവിടെ വന്നാൽ. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടോ, വീട്ടിലുള്ള. പിന്നെ വേറെ വീഡിയോയിലേക്കാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ നമ്മൾ മസ്റ്റ് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കാതെ ഇപ്പം തന്നെ ചേട്ടാ, പൊളിക്കാം നമുക്ക്. അവിടാ ടാറ്റാ ടാറ്റാ ഗായ്സ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ കേട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ. ഓക്കെ, നമ്മൾ ചെറുക്കൻ ചാവി പുള്ളി ഇട്ടാന്ന് ഗായ്സ്. ഓക്കെ ഗായ്സ്, അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ കേട്ടോ. പിന്നെ നമ്മുടെ ചങ്ങായി രാഹുലിൻ്റെ വൈഫും ഉണ്ട്. അവർ പഴങ്ങാടിയിൽ നിന്ന് വിട്ടോ. ഓക്കെ, ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ മെല്ലെ വിട്ടോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഓക്കെ ഗായ്സ്, അങ്ങനെ കണ്ണൂർ എത്തി കേട്ടോ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. വണ്ടി പാർക്ക് ചെയ്തു. നല്ല മഴയായിരുന്നു. പാപ്പുശ്ശേരി അല്ല പുതിയരെത്തുമ്പോഴത്തേക്ക് നല്ല മഴ, കിട്ടില്ല മഴ. പുതിയൊരു നിർത്തി കോട്ടലിട്ട് മഴക്കോട്ടലിട്ട് വന്നു. അങ്ങനെ നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്ത് ഇങ്ങനെ വന്നു. മഴ ഒന്നുണ്ട്, കണ്ടോ? മഴ നിന്നിട്ടില്ല. കയറുമ്പോഴത്തേക്കനെ നോക്കിയാൽ കുറേ പശുക്കിടാക്കൾ ഇതാ ഇവിടെ ഇങ്ങനെ മഴയായിട്ട് കയറി തന്നെയാണ്. കണ്ടോ, 3 പശുവുണ്ട്. സംഭവം മഴയായിട്ട് കയറി തന്നെയാണ്, രസമല്ല. അപ്പോൾ രാഹുലും ഓടുമുണ്ട്. നമ്മൾ എസ്കലേറ്റർ ഇവിടെ ഇതുവരെ പണി കഴിഞ്ഞിട്ടില്ലേ? ഇല്ല കേട്ടോ. ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇവിടെ ഇടക്കിട്ടിട്ടില്ലേ? നിങ്ങൾ ആരോടെ സംസാരിക്കുന്നത് വെച്ചാൽ തിരിഞ്ഞു നോക്കിയാന്നല്ലേ? അയ്യോ, എന്താ സൗണ്ടെല്ലാം വരുന്നുണ്ട്. ഇതേതെല്ലാം സ്ഥലം എന്ന് അറിയെങ്കിൽ കണ്ടൽക്കാടാന്നറിയാം. അത് ഇതാണ് ഏഴുമല ഹനുമാൻ്റെ. കുറച്ച് ദിവസം മുമ്പ് ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഴുമല ഹനുമാൻ. ഇത് പൈതൽ മല. എങ്ങായി ഇത് പൈതൽ മല? എടാ, കണ്ണൂരിൻ്റെ ഊട്ടി പൈതൽ മല. പൈതൽ മല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. മുഴപ്പിലങ്ങാട് ട്രെയിൻ ബീച്ച്. ഇങ്ങോട്ട് വാ, കാണിച്ചരാ. മുഴപ്പിലങ്ങാട് ട്രെയിൻ ബീച്ച്. ഏഴുമല. ഇത് എന്നാ നെല്ല്. ഇതേതാ അറിയാം? കണ്ണൂർ കോട്ട. ഇത് അത് ഏഴോത്തെ. ഇത് കണ്ടൽക്കാട്. ഇത് തെയ്യം. ഇത് തലശ്ശേരി കോട്ട. ഇത് തുമ്പപ്പൂവ്. ഇത് പറ എവിടെയാന്ന് ഇത് എന്നാ വാ. ശരി. അപ്പോൾ കുയിസ്, നമ്മൾ ബ്രിഡ്ജിന് മുകളിൽ നടക്കുകയാണ്. കുറേ ട്രെയിൻ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അവിടെ ഇവിടെ ഇഷ്ടംപോലെ ട്രെയിൻ ഉണ്ട് കേട്ടോ. എല്ലാം 1 2 3 4 5 6. എടാ, നമ്മളെ എന്നാ സ്റ്റിക്കർ ചെയ്ത ട്രെയിൻ ഏതാടാ? പെയിൻ്റ് അടിച്ച പരസ്യം. ഞാൻ പറഞ്ഞ പരസ്യത്തിൻ്റെ വണ്ടി കേട്ടോ. ഈ വണ്ടിയാണ് പരസ്യം വണ്ടി. ഗായ്സ്, അങ്ങനെ ഫൈനലി വണ്ടി എത്തി കേട്ടോ. ഒരു 1 മണിക്കൂർ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എത്തി. അവിടെ ഇതിൽ AC ആണ്. അങ്ങോട്ട് നടക്കണം. ഇത് കംപ്ലീറ്റ് AC. ഗായ്സ് എസ്റ്റും ഗായ്സ് അങ്ങനെ കിടന്ന കേട്ടോ. ഇപ്പോൾ സമയം എന്താ അറിയാം? ഇപ്പോൾ സമയം 3 മണിയായി. 2:55. അപ്പോൾ സംഭവിച്ചാൽ രാഹുലും വൈഫും സ്ലീപ്പർ എടുത്തിന്, ഞാൻ ജനറലെടുത്തത്. അപ്പോൾ അവർ കുറച്ച് ദിവസം മുമ്പ് മൂന്നാല് ദിവസം മുമ്പ് കണ്ണൂർ വന്ന സമയത്ത് എടുത്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ ജനറലെടുത്ത് കണ്ടിട്ട് അവരപ്പുറം സ്ലീപ്പറിൽ കയറി. നമ്മൾ ഒരുമിച്ച് സ്ലീപ്പറിൽ കയറി. എന്നിട്ട് ഇവിടുന്ന് ടീച്ചറിനെ കണ്ടിട്ട് പറഞ്ഞിട്ട് മാറ്റിച്ചതാണ്. സ്ലീപ്പർ കിട്ടി. അങ്ങനെ വെസ്റ്റ് കോസ്റ്റ്. ഇപ്പോൾ ഇവിടെ ടീച്ചർ ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോയതാണ്. അപ്പോൾ ഇവിടെയും ബെഡ് ഫ്രീ ആണ്. മുകളിലെല്ലാം ആളുണ്ട്, അവിടെല്ലാം ആളുണ്ട്. അവിടെയും ഫ്രീ ആണ്. കണ്ടോ, അത് ഇപ്പം ടീച്ചർ ഇരിക്കാൻ വേണ്ടിക്ക് നേരെ വെച്ചതാണ്. സീറ്റാക്കിയതാണ്. അത് ശരിക്കും കടത്തി വെച്ചിട്ട് കിടക്കാം. അപ്പോൾ അതും ഫ്രീ ആണ്, ഇതും ഫ്രീ ആണ്. അപ്പോൾ ഉറങ്ങട്ടെ കേട്ടോ, കുറച്ചുറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് രാവിലെ ആയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഓക്കെ കേട്ടോ. കോയമ്പത്തൂർ. അങ്ങനെ കോയമ്പത്തൂരെത്തി. നമ്മളെ വണ്ടി ഏതോ നമ്മൾ വന്ന വണ്ടി ഗുയിസ്. നമ്മൾ കോയമ്പത്തൂരാ കോയമ്പത്തൂർ ഗുയിസ്. അത് ഞാൻ അവരോട് പറഞ്ഞില്ല കോയമ്പത്തൂർ എത്തിയെന്ന്. ഇവരെ നമ്മളെ രണ്ടാൾക്കാരെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഞാനത് ചായ കുടിക്കുമ്പോൾ പരിചയപ്പെടുത്തി. നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ പോയി കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും
നമ്മളൊരു ഇതിലേക്ക് ഇറങ്ങി. ഈ എന്താ പറയുക അണ്ടർ പിടിച്ചാ ഇവർ ഇവിടെ കോയമ്പത്തൂർ ആദ്യമായിട്ടാണ്. ഞാനെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഇത് അണ്ടർ പിടിച്ചാന്ന് കേട്ടോ. ഇത് അണ്ടർ പിടിച്ചാന്നേ ഉണ്ടോ പഴയ പോലെ അല്ല അല്ലേ വൈബ് പോയി എന്ന് പറഞ്ഞേ ഉണ്ടോ. ഇത് ഫുള്ള് അണ്ടർഗ്രൗണ്ടാണ്. ഇപ്പം ഇങ്ങനെ നടക്കാട്ടോ. എത്രയോ ആൾക്കാരല്ലേ നടന്നു പോകുന്നത് നോക്കിയേ. ഒരു ട്രെയിൻ ഇറങ്ങിയിട്ട് എത്ര ആളാണ് പോകുന്നത് നോക്കിയേ. ഭയങ്കര ആൾക്കാർ. ഇവരിൽ എവിടെ പോകുന്നല്ലേ. എല്ലാവർക്കും അവരുടേതായ തിരക്കുകൾ, അവരുടേതായ ആവശ്യങ്ങൾ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ സൈഡിൽ നല്ല രസമാട്ടോ. ഞാൻ കാണിച്ചു തരാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണേ രാഹുൽജി. ഇനി വരാൻ പോകുന്നത് ഈ സൈഡിലോട്ട് നടക്ക്. നമ്മളങ്ങനെ പുറലോന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഈ സൈഡിലോട്ട് നടന്നാൽ അതിൻ്റെ ഉള്ളിൽ പോകണ്ട. അവിടെ കുടുങ്ങി പോകും. ഇങ്ങോട്ടോ രണ്ടാളിങ്ങനെ ഉസാറായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകും. കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട് കണ്ട. ചിത്രങ്ങളൊക്കെ നല്ല ചുമർ ചിത്രങ്ങൾ മതിലിന് അടിപൊളിയാണ്. സംഭവം അടിപൊളിയാണ്. ആ മരം നല്ല രസമാട്ടാ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ മരം? തിന്നോക്കുന്നോ നീ? എടാ മറ്റേ സാധനമല്ലേ വെറുതെയൊക്കെ ഇവിടെ ഫുൾ വെള്ളമുണ്ട്. ഇവിടെ തുടച്ചാന്ന് തോന്നട്ടെ. മഴ പെയ്തിയാന്ന് തോന്നല്ലേ? അല്ല അതല്ല ഇത് വേറെന്തോ. ഇത് അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടാ. അമ്പഴങ്ങന്നല്ലാന്ന്. ഇത് കണ്ട ഫുള്ള് നോക്കിയേ കണ്ട. രാവിലെ തൊട്ടിട്ട് നോക്കിയിട്ടുണ്ട്. നോക്കി ഇതൊക്കെ എടാ ഇതിൻ്റെ ഉള്ളിലേക്കൂടെ വാ. തലമുട്ടിയൊക്കെയല്ലേ? അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടാ. ഇങ്ങനെ പോകണമെങ്കിലും ഇട്ടേക്കണ്ട. ഇതൊക്കെ എടാ തടഞ്ഞു വീണൊക്കെ അല്ലേ ഒരാളുടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കണം. നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോയാണ് കേട്ടോ. ഇനി ഇഡ്ഡലിയും സാമ്പാറും കഴിക്കണം. ഇഡ്ഡലിയും സാമ്പാറും വിശക്കുന്നു. ഗുയിസ് ചായ മസ്റ്റാണ്. വിളസ് ചായ എന്തായാലും കഴിക്കണം. ഗുയിസ് അങ്ങനെ നമ്മൾ പുറത്തേക്ക് കിടക്കില്ല കേട്ടോ. ലിഫ്റ്റ് എന്താണ് എന്താ ആൾക്കാരല്ലേ. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ നോക്കി എത്രയോ ആൾക്കാരല്ലേ. ഫുള്ള് ജനങ്ങളായിട്ട്. പഴയ എഞ്ചിൻ കയറ്റി വെച്ചിട്ടുണ്ടോ? എന്താ കോയമ്പത്തൂർ ജംഗ്ഷൻ സെലിബ്രേറ്റിംഗ് എന്താ പഴയ എഞ്ചിന്. അങ്ങനെ റോഡ് മേലേക്ക് ഇറങ്ങി. ബാ ഇഡലി വേണ്ടേ? ബാ അപ്പുറം പോകണം. അപ്പുറം പോയി നമുക്ക് ഫുഡ് കഴിക്കാം. പതാക കടന്നോ. നമ്മളങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല തിരക്കാട്ടോ ഇവിടെ. റെയിൽവേ സ്റ്റേഷൻ നേരെ ഫ്രണ്ടിലുള്ളോ അവിടെ നല്ല തിരക്കുണ്ട്. നല്ല തിരക്കാ. ആൾക്കാരിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാം. മസാല ദോശക്ക് പറഞ്ഞിട്ട് മസാല ദോശ എത്തി. മസാല ദോശ ഉണ്ടോ? എങ്ങനെയുണ്ടോ? കുഴപ്പമില്ലല്ലേ? ഇവരെ ആയി പറഞ്ഞേ. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ആയി പറയുന്നത് കേൾക്കാം. നല്ല ചൂടോടുള്ള മസാല ദോശ കേട്ടോ. പക്ഷേ ഫാൻ കാരണം തണ്ണുപോയി ഗൈസ്. സാമ്പാറും കൂട്ടി കുറച്ച് ചട്നിയും കൂട്ടി കുഴപ്പമില്ലേ? നൈസാട്ടോ. മോശമില്ല. സാമ്പാർ പൊളിയാ. അടിപൊളി. ഓക്കെ ആയിക്കോട്ടെ. സാധനം മോശമില്ല കേട്ടോ. അടിപൊളിയാണ്. സാമ്പാറും ചട്നിയും കൂട്ടിയിട്ട് ഒരു പിടുത്തം. ചായ അയ്യോ ചായ വന്നു ഗൈസ്. നൈസാട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയാ. മോശമില്ല അല്ലേ? മോശമില്ല. മധുരം അധികമാണല്ലേ? ഞാൻ ഇത്ര കുടിക്കല്ല. ഞാൻ ഇത്ര മധുരം ഇല്ല. പക്ഷെ മസാല ദോശ അടിപൊളിയാട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ ഒരു സംഭവം കണ്ടിതാ. ഇതിൽ ഞാൻ മുമ്പ് ഇവിടെ വന്നേരം കാണിച്ചെന്ന് തോന്നണ്ട.
തമിഴ്നാട് പോലീസ് മ്യൂസിയം കോയമ്പത്തൂർ കണ്ടോ. അപ്പോൾ ഇതിന് ടൈമുണ്ട്. ഞാൻ ഇപ്പം കയറിയിട്ട് ഇതെല്ലാം ഒന്ന് വിസിറ്റാക്കാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഒന്നും നടക്കില്ലാന്ന് തോന്നട്ടോ. ഇവിടെ കണ്ടോ പോലീസിൻ്റെയാണ്. അവിടെ ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, 10 മണി മുതൽ 7 മണി വരെ കണ്ടോ ടൈമെല്ലാം ഉണ്ട്. അപ്പോൾ എൻട്രൻസ് ഫീസെല്ലാം ഉണ്ടോ പോയി, എൻട്രൻസ് ഫീസെല്ലാം ഉണ്ട്, എൻട്രൻസ് ഫീ എല്ലാം ഉണ്ട് കേട്ടോ. സംഭവമാണ് കണ്ടോ. അപ്പോൾ എന്തെല്ലാം കാണാനുണ്ടാവും കേട്ടോ. അങ്ങ് അവിടെ അതിനെന്താ പറയുക, റോക്കറ്റാ പീരങ്കി തായൽ, അതിൻ്റെ മുകളിൽ 78 വിമാനമുണ്ട്. അത് ചെറു വിമാനാ, മിസൈലാ? അവിടെ ഇതാണ് മിസൈൽ, 2 കുറ്റിയുണ്ടോ ഇവിടെ, 2 കുറ്റിയുണ്ട് ഗുയിസ്. ഞാൻ ജസ്റ്റ് അങ്ങോട്ട് കയറാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പുറം വലിയ ഒന്നും ഉണ്ടോ, പിന്നെ പീരങ്കി അങ്ങനത്തെ കുറേ സംഭവം ഉണ്ട് കേട്ടോ. ഇപ്പം വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈമിലാന്ന് തോന്നുന്നു, 10 മണിയല്ല, ഇപ്പോൾ 8:30 മണിയുടെ അത്രേ. ബാ ഗോയ്. മുമ്പ് ഞാനും ആച്ചിയും ഇവിടെ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നടക്കുകയാണ്, രസമല്ലേ. നമ്മൾ വേറൊരു ആവശ്യത്തിന് വന്നു കേട്ടോ, അതിന് 10 മണിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞു കോയമ്പത്തൂർ മൊത്തമായിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇവർക്ക്, ഫുട്പാത്തെല്ലാം. അപ്പോൾ ഇപ്പം 10 മണീൻ്റെ ഉള്ളിൽ ഫുട്പാത്തെല്ലാം ഏകദേശം കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തമിഴ്നാട് ബസ്സുകൾ ചീരിപ്പാന് പോകുന്നു. മഴ പെയ്യാണ്ടെന്നാൽ മതി, മഴക്കാർ ഉണ്ട്, നല്ല മഴക്കാറുണ്ട് കണ്ടോ. മഴ പെയ്യാണ്ടെന്നാൽ മതി, മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം പണിയാവും, കംപ്ലീറ്റ് പണിയാവും. ഇത് ഇവിടുത്തെ ഫയർ സ്റ്റേഷൻ കണ്ടോ, റെസ്ക്യൂ സർവീസ്. ഇത് ഫയർ സ്റ്റേഷൻ, തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കണ്ടോ. ഓഫീസ് ഓഫ് ദ ജോയിൻറ്റ് ഡയറക്ടർ. ഒരാൾ രാവിലെ പണി തുടങ്ങിയിട്ടുണ്ട്, അവരെ ജോലി തുടങ്ങിയിട്ടുണ്ട്. ചെയ്യുമായി. പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം പൂവ് വിൽപ്പന. രാവിലെ തന്നെ വരുമ്പോൾ ഇതാ ഇങ്ങനെ പൂവുണ്ടോ, പൂവ് ഇങ്ങനെ വിൽക്കും കേട്ടോ കണ്ടോ. പലതരം പൂവുണ്ട് ഗൈസ്. ഇത് കണ്ടോ നിലത്ത് കളം വരച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ഷോപ്പിൻ്റെ ഫ്രണ്ടിലെല്ലാം ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും കണ്ടോ ഗൈസ്. ഇതൊക്കെ വാവ്, റെയിൽ അടക്കം കൊണ്ട് വെച്ചിന് കണ്ടോ, റെയിൽ കണ്ടോ. ഇപ്പോൾ അടുത്ത് കൊണ്ട് വെച്ചാന്ന് തോന്നട്ടെ ഇവനെ. ഇതിപ്പോൾ ഈ അടുത്ത് അന്നൊന്നുമില്ല, നമ്മളന്ന് വരുന്ന സമയത്തൊന്നുമില്ല. ഇതിപ്പോൾ ഈ അടുത്ത് കൊണ്ട് വെച്ചാൽ കേട്ടോ. കാരണം എന്നറിയാം, ഈ ബിൽഡിംഗ് തന്നെ ഇപ്പോൾ പെയിൻ്റ് അടിച്ച് പുതുതാക്കിയതോ, പെയിൻ്റ് അടിച്ച് ബാക്കിൽ പുതിയ സെറ്റപ്പ് ആക്കിയതോ സംഭവം കണ്ടോ. പുതിയ ബിൽഡിംഗ് എല്ലാം ആക്കി പുതിയ സെറ്റപ്പ് ആക്കിയതോ കണ്ടോ. ട്രെയിൻ കണ്ടോ, ഇത് ബോഗി മാത്രം. അവിടെ ഇതിൻ്റെ എഞ്ചിനാന്ന് തോന്നുന്നത് അങ്ങുള്ളത്. പഴയ കൽക്കരിയാണോ നമ്മൾ സ്റ്റേഷന് മുമ്പിൽ കണ്ടത്. ഇത് ഹോട്ടലാടാ, ഫുഡ് എക്സ്പ്രസ്. രാവിലെ ഇത് ഫുഡ് എക്സ്പ്രസ് ഹോട്ടലാട്ടോ. ട്രെയിനിനെ കൊണ്ടോ, ഒരാളങ്ങനെ ഇരിക്കുന്നത്. ഹോട്ടലാ ഇത് ഹോട്ടല്. എടാ ബോച്ചേൻ്റെ ഇതാ ബോച്ചെ. ബോച്ചേൻ്റെ അങ്ങനെ പറയാം, ബോച്ചേൻ്റെ ഫുഡ് എക്സ്പ്രസ് ആട്ടോ, ഫുഡ് ഓൺ വീൽസ്. എന്നാലും ട്രെയിൻ വെച്ച് കളിച്ചല്ലേ. ബോച്ചേൻ്റെയാ? അതെയാ, ഒരാഴ്ച ഉണ്ടല്ലേ. വീൽസ് ബോച്ചേൻ്റെ ഹോട്ടല്. വെറൈറ്റി ട്രെയിനിൻ്റെ ഒരു ബോഗി തന്നെ, കമ്പാർട്ട്മെൻ്റ് തന്നെ ഉണ്ട്. എന്താ ഇനി പറയലടാ, കമ്പാർട്ട്മെൻറ്റ് തന്നെ അല്ലേ, കമ്പാർട്ട്മെൻ്റ് തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ഹോട്ടലാക്കി നമ്മളൊരു ഈ ബസ്സെല്ലാം കണ്ടുങ്ങ. അവിടെ രാവിലെ മുട്ടിയൊക്കെയല്ലേ, മുട്ടിക്കന നേരെ ഓന ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് എടുക്കേണ്ടി വരും. ഇത് സൈഡിൽ ചിത്രം വരച്ചേട്ടാ കണ്ടോ, ചിത്രപ്പണിയുണ്ട് കണ്ടോ, തൂണിനല്ലോ. അപ്പോൾ നല്ല രസമാണ് കണ്ടോ. വണ്ടിയെല്ലാം വരഞ്ഞിട്ടാണ് വലിയ വണ്ടി പോയിട്ട് സീലിങ്ങെല്ലാം വരഞ്ഞ്. മെയിലുണ്ടോ, മെയിൽ നല്ല ചിത്രം വരച്ച ചിത്രപ്പണിയെല്ലാം നടത്തി അടിപൊളിയാണ്. പിന്നീടല്ലോ ഞാൻ മുമ്പ് ഇതെല്ലാം ഇവിടെ വന്ന സമയത്ത് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇതെല്ലാം ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിനി. ഈ സംഭവമെല്ലാം കാണിച്ചിനി. രസമല്ലേ, എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഗൈസ്. ഫൈനലി നമ്മൾ ഓട്ടോയിൽ കയറി. വേറെ വഴിയില്ല, 2 കിലോമീറ്റർ ഓടാനുണ്ട് നമുക്ക്. അണ്ണാ 2 കിലോമീറ്ററാ? 1.something കിലോമീറ്റർ. 100 രൂപ കേട്ടോ, കുഴപ്പമില്ല, വേറെ വഴിയില്ല. 80 അല്ലേ, 100 രൂപ പറഞ്ഞത്.
നമ്മൾ കയറൂലെന്ന് കണ്ടുതരാം അണ്ണൻ 80 രൂപക്ക് കൊണ്ടാക്കാന്ന് പറഞ്ഞു. നമ്മണ്ടല്ലോ വെറുതെ കുക്കട മാർക്കറ്റിൻ്റെ അവിടെല്ലാം പോയിട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ കറങ്ങും. വെയ്തെറ്റിട്ട് പോയതാ സത്യം പറഞ്ഞാൽ. വെയ്തെറ്റിട്ടല്ല, ഇയാൾ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി. ആ ശ്രീകുമാരൻ എന്ന് പറയുമ്പോൾ അച്ചങ്ങനെ നോക്കിയിട്ട് ചിരിക്കുന്നതല്ല. ഒന്ന് നോക്കുന്നുണ്ടോ? ശ്രീകുമാരൻ എന്തൊരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, ഡ്രസ്സിൻ്റെ ഞാൻ തോന്നട്ടാ. ഇതേ ചെന്നൈ സിൽക്സ്. ആ അങ്ങനെ പറ. ഇവരെന്തോ തീരുമാനമാക്കുന്നുണ്ടല്ലോ. ചേട്ടൻ എന്തൊക്കെയോ പറയുന്നു. പറയുക. ഗുയിസ് നമ്മൾ 500ൻ്റെ നോട്ടം കൊണ്ട് ചേഞ്ച് ആക്കാൻ വേണ്ടിക്ക് എടുത്ത പെട്രോൾ പമ്പിൽ പോവുകയാണ്. ഇവിടുന്ന് കിട്ടൂല പോലും. പെട്രോൾ പമ്പിൽ നിന്ന് കിട്ടുമ്പോൾ അയ്യോ ചേട്ടൻ ഇൻഡിക്കേറ്റർ ഒന്നുകൂടെ വളച്ചു തിരിച്ച്. ഞാൻ 500ൻ്റെ നോട്ടം കൊണ്ട് ഇതാ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്, ഇങ്ങനെ പോവുകയാണ്. ഇവിടുന്ന് ഏട്ടൻ തന്നെ ചേഞ്ച് ആയിക്കോട്ടോ. ഓക്കെ. ചേട്ടൻ പറഞ്ഞു ഇവിടുന്ന് വേറെ ഇവിടുന്ന് ഈ സമയത്ത് ചേഞ്ച് കിട്ടൂല, പെട്രോൾ പമ്പിൽ നിന്ന് കിട്ടൂല. അങ്ങനെ വേണ്ടി ഇവിടെ കൊണ്ടുവന്നെയാണ്. വന്നിട്ട് പെട്രോൾ അടിക്കുന്നുണ്ട് ആള്. കാരണം വേഗം അടിക്കുന്നുണ്ട്. നമ്മ നടക്കണം പോലും കുറച്ച് അങ്ങോട്ടേക്ക് വാങ്ങില്ല. ഏതാട്ടാ? ആ ഏതാണ്? ഇത് തന്നെയാ? ആ ഓക്കെ 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 ചേട്ടാ. ആ ഫോണ് ഫോണെടുത്തിട്ട് എൻ്റെ ഫോണ് മണിക്കുണ്ട. ആ എൻ്റെ ഫോണ് ഞാൻ സാറില്ല, എല്ലാം കഴിഞ്ഞിട്ട് പറയുന്നൊരു വാക്കുണ്ട്. അനുഭവങ്ങളാണ് നമ്മളെല്ലാം പഠിപ്പിക്കുന്നത്. നടക്ക്. ഇതാ ഒരു സാധനം. ഇതൊന്നും സംഭവം കോയമ്പത്തൂർ കോർപ്പറേഷൻ. ഇവിടെ ഞാൻ കണ്ടിടത്തോളം ഇവിടെ നിന്ന് കാൽനട യാത്രക്കാർക്ക് മുൻഗണനയില്ല. വണ്ടിയെല്ലാം പോയിട്ട് കണ്ട. സീബ്ര ലൈനിലാണ് വണ്ടി എടുത്തത്. ഓക്കെ, സീബ്ര ലൈനിൽ വണ്ടി എടുത്തിട്ട് നമ്മ മീറ്റിങ്ങാ പോകുന്നേം കാത്തേക്കുന്നു. വണ്ടിയെല്ലാം ചീരിതാ വരുന്ന. ഓ ബസ്സിലിതായിരുന്നു. സീബ്ര ലൈനിലൊക്കെ നമ്മൾ ഓടിക്കയറണം. വല്ലാത്ത അവസ്ഥ തന്നെ കേട്ടോ. നമ്മന്ന് മംഗലാപുരം പോലെ ഇതേപോലെ തന്നെ അല്ലേ, വണ്ടിയെല്ലാം ചീരിപ്പോകാനായിട്ട് വരുന്നു. എന്താണെന്നല്ലേ, റോഡ് മറ്റേ കൂടെ ആൾക്കാർ ക്രോസ് ചെയ്യുമ്പോൾ ശരിക്കും കാൽനട യാത്രക്കാർക്കാണ് മുൻഗണന. മെയിനായിട്ട് വണ്ടിയെല്ലാം നിർത്തി കൊടുക്കണം. സീബ്ര ലൈൻ നോക്കാണ്ട് ആൾ വണ്ടി ചവിട്ടിയെടുക്കുന്നു. ബസ് ഓട്ടോ എല്ലാം സ്പീഡിൽ വരുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ പാഞ്ഞ് സൈഡിലിങ്ങനെ നിൽക്കണം. അതാണ് അവസ്ഥ. പണ്ട് കാര്യമില്ല. ഇതാ ഒന്ന് റോഡ് ക്രോസ് ചെയ്യണ വലിയ പണിയാണ്. റോഡ് ക്രോസ് ചെയ്യട്ടെ ഗൈസ്. നമ്മളങ്ങനെ KFC വന്നു കേട്ടോ. KFC വന്നിട്ട് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കേണ്ട പരിപാടിയാണ്. എന്നാൽ കഴിക്കണ്ടേ, വിശക്കുന്നു. എന്താ പെപ്സി. ഇത് ഞാൻ കുറച്ച് വൈഡായിട്ട് കാണിച്ചു തരാം. കണ്ടോ പെപ്സി. അവിടെ പെപ്സിയോ കോക്കോളേ? പെപ്സി അല്ലേ? കുടിക്കട്ടെ, ദാശിക്കാനില്ല. എപ്പെങ്കിലും കഴിക്കട്ടോ. എപ്പെങ്കിലും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിൻ്റെ ഇത് പൊറോട്ട റോളാ? ഇതിൻ്റെ ഉള്ളിലൊന്നും കാണുന്നില്ലടാ. അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല കേട്ടോ. സാധനം കാണിച്ചാൽ ഉള്ളിൽ അങ്ങനെയില്ല. സാറല്ല KFC നന്നാവാനാ? ഓക്കെ ശരി, കഴിക്കട്ടെ. വിശക്കുന്ന ഗൈസ്. ചതേപ്പനാ ഇനി പണ്ടാരില്ല. KFC നേരെ ഫ്രണ്ടിൽ നോക്കിയാൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ ഫ്രണ്ടിൽ എന്താ ടെമ്പിളല്ലേ? ടെമ്പിൾ താഴെക്കൂടെ ബസ് പോകുന്നുണ്ട്, വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അടിപൊളിയാണ്. നല്ല അടിപൊളി മരമുണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ നോക്കി. ഈ സൈഡിൽ ആ ഭാഗത്തിൻ്റെ മരം കേട്ടോ. ഭാഗത്തിൻ്റെ മരം കഴിക്കട്ടെ കേട്ടോ. ഓക്കെ ഓയ്സ് വേറെ സാധനമുണ്ട്. ഇതാ എടാ എടി സോസൊക്കെ ഇട്ട്. ഓക്കെ നല്ല സോസും കൂട്ടിയിട്ട് അടിക്കാം.
ടേസ്റ്റോട്ടോ മോശമില്ലല്ലേ മോശമില്ല. ഗൈസ് നമ്മളങ്ങനെ KFC ഇറങ്ങി നടക്കാട്ടാ. എന്തോ ഒരു വെയിൽ പെട്ടെന്ന് വല്ലാത്തൊരു കാലാവസ്ഥ. ഗൈസ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടാ. ചായ അടിക്കാൻ വന്നിട്ടല്ലേ നമ്മൾ രാവിലെ വന്ന ആ കടയിൽ തന്നെ ആ റെസ്റ്റോറൻറ്റ് ചായ അടിക്കാൻ വന്ന്. ഓയ് അപ്പോൾ ഇത് നമ്മൾ ഉള്ളിവട വാങ്ങിയിട്ടുണ്ട്. ചോദിച്ചോ കിട്ടും. ചായക്ക് പറഞ്ഞിട്ടുണ്ട്. കൊള്ളൂല ടേസ്റ്റില്ലല്ലേ. ഇത് കടലമാവാ? ആ കടലമാവായോണ്ടോ അല്ലേ? നമ്മുടെ മൈദമാവേ. ആ നമുക്ക് ശരിയാവുന്നില്ല. വല്ല പോരാ. പിന്നെ അവിടെ എത്തിയാലും കിട്ടുന്ന എന്താ പറയുക ഒന്നും ചെയ്യാൻ കഴിയില്ലതാ. ആ ചായ എത്തി. മധുരം കുറവാണ് പറഞ്ഞേ. ഇവർ കോഫി പറഞ്ഞു. കോഫി ഇവർ കോഫീൻ്റെ ആണോ? ഞാൻ ചായ. മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. മാറിയാ എവിടെ കോഫിയല്ലേ നീ പറഞ്ഞേ? കോഫി തന്നെയല്ലേ? പിന്നെ മംഗലാരം പോയ പോലെയോ. റെയിൽവേ സ്റ്റേഷനിലുള്ള പോസ്റ്റ് 1.5 പോസ്റ്റ്. അപ്പോൾ ഇപ്പോൾ സമയം 12 മണി കേട്ടോ. അപ്പോൾ 2 മണിക്കാണ് വണ്ടി. അപ്പോൾ ടിക്കറ്റെല്ലാം ഞാൻ രാവിലെ എടുത്തിന് കേട്ടോ. രാവിലെ സ്ലീപ്പർ എടുത്തിന്, 3 ആൾ ടിക്കറ്റ് എടുത്തിന്. അപ്പോൾ രാവിലെ ചേട്ടൻ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഏതൊരു വണ്ടി കുറച്ച് സമയം കേട്ടോ. അവർ കാമണിക്കൂറിലധികമായി അവിടെ ഇട്ടിട്ട് 2 മണി. എന്നും 2 മണിക്കൂറുണ്ട്. രാവിലെ ഒരു 7 ആ സമയത്ത് നമ്മുടെ കണ്ണൂർ എത്തും കേട്ടോ. പിന്നെ നാട്ടിലേക്ക് 1 മണിക്കൂർ, 1.25 മണിക്കൂർ, 1 മണിക്കൂർ. 8:30 മണിയാകുമ്പോൾ എത്തും നാട്ടിൽ. ഓക്കെ ഗൈസ് അങ്ങനെ വണ്ടി എത്തി. കറക്റ്റ് 1:51. കറക്റ്റ് 1:51 വണ്ടി എത്തി കേട്ടോ. ഗൈസ് നമ്മൾ കയറുകയാണ്. നമ്മളങ്ങനെ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ഗൈസ് പൊട്ടെ